ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. നമ്മുടെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ കാറ്റഗറി 3യിലുള്ള പാർട്ട് 2ൻ്റെ മലയാളമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഇതാണ് ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ അതിൽ ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് ഉത്തരം കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ വിടരാറുള്ളത് എന്താണ്? നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. കണ്ണാന്തളിപ്പൂക്കളാണ് വിടരാ കണ്ണാന്തളിപ്പൂക്കൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എല്ലാ വർഷവും അവർ അനുഭവിച്ചിരുന്ന ഉത്കണ്ഠ ഉത്കണ്ഠ എന്തായിരുന്നു? 2 കണ്ടമെങ്കിലും കൊയ്യാറാകുമോ എന്നുള്ളതാണ് അല്ലേ? 2 കണ്ടമെങ്കിലും കൊയ്യാറാകുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഉത്കണ്ഠ. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മുടെ ഇവിടെ കാണാം. അതാ കണ്ടോ, 2 കണ്ടമെങ്കിലും കൊയ്യാറാകുമോ. അടുത്ത, ലേഖകൻ്റെ ജീവിതത്തിലെ ഏത് കാലമാണ് ഇവിടെ? അത് കുട്ടിക്കാലമല്ലേ അല്ലേ? ലേഖകൻ്റെ എന്താണ്? ചെറുപ്പകാലത്തിൻ്റെ അവസ്ഥയാണ്, കുട്ടിക്കാലമാണ്. ഓക്കെ, ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഗദ്യ ഭാഗത്ത് പ്രകടമാകുന്ന സാംസ്കാരിക പശ്ചാത്തലം നമുക്കറിയാം എന്താണ്? മുതലാളിത്തം, നാഗരികം, വ്യവസായികം, കാർഷികം. ഏതാണ്? കാർഷികമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗദ്യഭാഗത്ത് അയ്യപ്പനെ കുറിച്ചുള്ള പരാമർശത്തിൽ പെടാത്തതേത്? അയ്യപ്പനെ കുറിച്ച് അവിടുത്തെ എന്താണ്? കൃഷിപ്പണിക്കാരനായിരുന്നു, ശരിയാണ്. എപ്പോഴും അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അയാളുടെ തീരുമാനങ്ങൾക്ക് എല്ലാവരും എതിര് പറയുമായിരുന്നു, അല്ല, അത് തെറ്റാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഇവിടെ പറയുന്നുണ്ട് ആർക്കും എതിര് പറയാനാവില്ല എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന കാവ്യഭാഗം വായിച്ച് 46 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കവിത ഒന്ന് വായിക്കുക, എന്നിട്ട് വായിച്ച ശേഷം നിങ്ങൾ നോക്കൂ. പുലരിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? പുലരി എങ്ങനെയാണ്? 100 വെറ്റില തിന്നതുപോലെ അല്ലേ? 100 വെറ്റില തിന്നതുപോലെ വെന്ന പുലരിവോളം, അതുപോലെയാണ് വിശേഷിപ്പിക്കുന്നത്. അടുത്തത്, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 40 കവിതയിലെ ഗന്ധബിംബം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഗന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ബിംബം ഇതിൽ മാമ്പൂവിൽ നിശ്വാസമേറ്റ ഓർമ്മകൾ എന്നല്ലേ? തൂമഞ്ഞ്, ഒരു ഗന്ധം വരുന്നുണ്ടോ? താമ്പൂലപ്രിയ. ഇതൊന്നുമല്ലാന്ന് ഓപ്ഷൻ ഉണ്ട്, ചിലപ്പോൾ അതും ആയിരിക്കും കേട്ടോ. ഏതായാലും നമുക്കതൊന്ന് ക്ലിയർ ചെയ്യണം. അടുത്ത, മഞ്ഞിടത്തിൻ്റെ ചിരിയായി പറത്തിരിക്കുന്നത് എന്തിനെയാണ്? വെയിലിനെയാണ് പറഞ്ഞിരിക്കുന്നത്, വെയിലിനെയാണ്. അടുത്തത്, കവിതയിലെ ഓർമ്മകളിൽ പെടാത്തത് ഏതാണ്? ഓർമ്മകളിൽ തിരുവാതിര ആഘോഷമുണ്ട്. ഓണപ്പൂക്കളമുണ്ടോ? ഇല്ല. ഓണപ്പൂക്കളം അതിൽ വരുന്ന മാവുകൾ പൂത്തത്, മധുവിധുകാലം, എല്ലാ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുമെന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാമികൾ ഏത് വചനം? വചനത്തിൽ നിന്നാണ് ചോദ്യം. സ്വാമികൾ നമുക്കറിയാം പൂജക വചനമാണ്. ഞാൻ വേഗം നടന്ന് കുന്ന് കയറി എന്നുള്ളതിൽ ക്രിയാവിശേഷണം കുന്ന് കയറി. വേഗം നടന്ന് വേഗം എന്നുള്ളതാണ് ക്രിയാവിശേഷണം. ഏത് വിഭാഗത്തിൽപ്പെട്ട അക്ഷരമാണടാ? ഓഷ്ട്യമാണ്. ഏതാണ്? ഓഷ്ട്യം. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മുൻ വിനയച്ചത്തിന് ഉദാഹരണം. നമുക്കറിയാം പേരച്ചം, വിനയച്ചം എന്നൊക്കെ പറയുന്നതിൽ മുൻ വിനയച്ചാണ്. പോയി പറഞ്ഞു ഓപ്ഷൻ എ ആണ് മുൻ വിനയച്ചം. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം. സുന്ദരിയും അന്തസ്സുമുള്ള നിങ്ങൾക്ക് അയാൾ ചേർന്നവനല്ല. ശ്രീരാമൻ ജ്യേഷ്ഠനും അനുജൻ ലക്ഷണമാകുന്നത്. നോക്കൂ, സുന്ദരിയും അന്തസ്സുമുള്ള നിങ്ങൾക്ക്, അപ്പോൾ അവിടെ അയാൾ ചേർന്നവനല്ല. ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കണം. അപ്പോൾ ഇവിടെയുള്ള ശരിയായ വാക്യമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ശ്രീരാമൻ ജ്യേഷ്ഠനും അനുജൻ ശ്രീരാമൻ ജ്യേഷ്ഠനും ലക്ഷ്മണൻ അനുജനുമാകുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത നോക്കുക, അവർ തോറ്റതിന് കാരണം തോറ്റതിന് കാരണം പഠിക്കാതിരുന്നതാണെന്ന് പറഞ്ഞേ ഒരുമിച്ച്, അത് വേണ്ട, അതും തെറ്റാണ്. ഇനി സുന്ദരിയും അന്തസ്സുമുള്ള, അങ്ങനെ പറയില്ല, സുന്ദരിയും അന്തസ്സുമുള്ള, അവിടെ എന്ത് ചെയ്തു? സുന്ദരി അന്തസ്സുമുള്ളവനുമായ ആ രീതിയിലേക്ക് വരേണ്ടിയിരുന്നു സുന്ദരി എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതും തെറ്റ് വരും. പിന്നെ നമുക്ക് ശരിയുള്ളത് ജനാധിപത്യ വിരുദ്ധ ശക്തികളെ തീർച്ചയായും എതിർക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ദ്വന്ദ്വ സമാസം. അത് സിമ്പിളായിട്ട് ദ്വന്ദ്വ സമാസം ഏതാടാ? കൈകാലുകൾ, കൈയും കാലും കൈകാലുകളായി മാറുന്നത്. മലയാളം ഏത് ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ്? ദ്രാവിഡ ഗോത്രത്തിലെ ഭാഷയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പുനരുക്തി ദോഷമില്ലാത്തത്. വിജയികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു. 3 വീതം വേണ്ട. ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക.
അവിടെ നിന്ന് കാണുന്നില്ല. വേറെ ഗത്യന്തരമില്ല, വേറെയും ഗത്യന്തരമില്ലാതെയും വേണ്ട. പരമാവധി 1000 രൂപ വരെ അല്ലേ വാടക കിട്ടും. 1000 രൂപ വരെ അല്ലേ. അപ്പോൾ വരെ എന്നുള്ളതും പരമാവധി വേണ്ട. അപ്പോൾ സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. നെക്സ്റ്റ് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലി എന്നുള്ളത് ഏതാണ്? ആഗ്രഹത്തിന് അനുസരിച്ച അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അടുത്തത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇവിടെ ഉപമാവാചകം ഏതാടാ? അത് പോലെയാണ്, ചന്ദ്രനെ പോലെ എന്നുള്ളതാണ്. കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ളയുടേതാണ്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കട്ടിൽ. ഇവിടെ ദ്യോതക ശബ്ദം കൊണ്ട് എന്നുള്ള, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി, അതാണ് ദ്യോതകം. അടുത്തത് ശരിയായ പദം അന്തശ്ചിദ്രം. ഏതാണ്? അന്തശ്ചിദ്രം എന്നതാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആത്രേയം എന്ന നോവൽ എഴുതിയതാരാടാ? അത് ആർ രാജശ്രീയാണ്. ആരാണ്? ആർ രാജശ്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഊണിലും ഉറക്കത്തിലും എന്ന ശൈലി എല്ലായ്പ്പോഴും എന്നാണ് അല്ലേ. എല്ലായ്പ്പോഴും, അതാണ് എല്ലായ്പ്പോഴും. കെ.ആർ. മീരയുടെ ഏത് നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അത് നമുക്കറിയാം, ആരാച്ചാറാണ്, പ്രസിദ്ധമായ ആരാച്ചാർ. ചുവടെ കൊടുത്തിരിക്കുന്ന ഈ ലോഭസന്ധിക്ക്, ലോഭം എന്ന് പറഞ്ഞാൽ അല്ലേ ഒന്ന് പോവുക, തണുപ്പുണ്ട് അല്ലേ. അവിടെ എന്താണ്? കരയുള്ള, അപ്പൊ തണുപ്പ് എന്നുള്ള കണ്ടോ, പ്പ് ഉണ്ട്, അതാണ് എന്ത്. അപ്പൊ ഇത് ലോഭം വന്നു, അപ്പൊ ലോഭസന്ധി തണുപ്പുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ൻ്റെ കൂടെ എന്നീ പ്രത്യയങ്ങൾ ഏത് വിഭക്തിയാടാ? അത് സംബന്ധികയാണ്. ഏതാണ്? സംബന്ധിക. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് നോവലിനാണ് മജീദും സുറയും പ്രധാന കഥാപാത്രമായി വരുന്നത്? നമുക്കറിയാം, അത് ബാല്യകാല സഖിയിലാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത്. എത്ര ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയെന്ന് ഒന്ന് മാർക്ക് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ, മീഡിയം ആണോ, അല്ലെങ്കിൽ ടഫായിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ കൃത്യമായിട്ട് ഇനി അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം.